എടാ ഞാൻ ഇന്നലെ നോക്കിയപ്പോ രാത്രി 1 മണിക്ക് എന്റെ അനിയനെ അവന്റെ റൂമിൽ ലൈറ്റ് ഇട്ട് ട്രാക്കും കേട്ടിരിക്കണം. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേര് മൊത്തം ഫ്യൂമാണ്. എടാ അവനാകെ 9ാം ക്ലാസ്സിലായിട്ടുള്ളു. ഈ ബുദ്ധി വികസിക്കണ പ്രായത്തിലൊക്കെ മെത്തക്കടിച്ച് കിളി പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവില്ല. ശരി എന്നാ നമ്മുടെ ഫ്രാങ്കോന്റെ കാര്യം എന്തായി? നാട് ഉറപ്പിച്ചോണ്ടിരുന്ന വെച്ചാൽ ഗുണ്ടയാണ്. നീയൊക്കെ കൂടി മെത്ത് ഡെയിലി അടുപ്പിച്ചടിപ്പിച്ച് അയാളെ അങ്കമ്പാടി പിള്ളേരെ പോലെ ആക്കി. അയാള് പാവല്ലേ പരോളില് വന്നേലെന്ന് ഓർത്ത് അടുപ്പിച്ചാണ്. ഈ ഗുണ്ടയുടെ ഒക്കെ കിളി പോകുന്ന ഞങ്ങൾക്കറിയോ? പാവം അയാള് തിരിച്ച് ജയിലിലേക്ക് പോയി. നന്നായി. പോണേന് 2 ദിവസം മുമ്പ് എന്നെ തട്ടിക്കൊണ്ടുപോകാൻ വരെ നോക്കി. നിന്നെ എന്തിന്? ആർക്കറിയാവല്ല, കിഡ്നിയൊക്കെ അടിച്ചു മാറ്റാനായിരിക്കും. വിട്ടേക്ക് മനപ്പൂർവ്വമല്ലല്ലോ, അയാള് തിരിഞ്ഞു പോയിട്ടല്ലേ. ഒരു ഗുണ്ടയുടെ അവസ്ഥ ഇതാണെങ്കിൽ മെത്തടിക്കണ പിള്ളേരുടെയൊക്കെ കാര്യം പിന്നെ പറയണ. ഈ ജനറേഷൻ ഇങ്ങനെയാണ്. കല്ലും ബില്ലൊക്കെ അടിച്ച് കുറെ എണ്ണത്തിന്റെ കിളി പോവും. അതിന്ന് സർവൈവ് ചെയ്യണമാർക്ക് സീനില്ല. ബാക്കിയുള്ളവന്മാർക്ക് ഇങ്ങനെ ജീവശവമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ പിന്നെ 23 വയസ്സ് കഴിഞ്ഞിട്ട് ഇതൊക്കെ തൊട്ടു നോക്കാൻ പോലും പാടുള്ളന്ന് പിള്ളേര് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി വരുമ്പോഴേക്കും എന്റെ അനിയന്റെ ഒക്കെ നട്ടെല്ല് വരെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അതും ശരിയാണ്. എന്ത് ശരിയാണെന്ന്? അവന്റെ നട്ടെല്ലാം അങ്ങനെ പൊടിയണ്ട. ഞാൻ ഇന്ന് തന്നെ അവനെ സീനാക്കാൻ പോണേ. ഓവറായിട്ട് നിയന്ത്രിച്ച പിള്ളേർക്ക് പൊളിയും. അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞാൻ കൊടുക്കും. വേണമെങ്കിൽ അവനൊരു 5 കൊല്ലം കഴിയുമ്പോ വല്ല ഗ്രാസും തൊട്ട് നോക്കട്ടെ. ഗ്രാസ് ഒന്നും ഇപ്പൊ കോപ്സിന് പോലും വേണ്ട. പക്ഷെ മെത്താറ്റി അടിച്ചാൽ ഞാൻ അവന്റെ ചേക്കൾ അടിച്ചു പൊളിക്കും. എങ്കിൽ അവന് നിന്നോട് വെറുപ്പാവും. ഞാനൊന്ന് ആഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ചെക്കനാണ്. എന്നെ വെറുത്താലും സീനില്ല. എന്റെ അനിയനല്ലേടാ, ഞാൻ അവനെ റെഡിയാക്കി എടുത്തേക്കാം.